சோலை மலரொளியோ உனது சுந்தர புன்னகைதான் நீல கடலையே உனைது நெஞ்சில் அலைகளே. ഹലോ ഗൈസ്, അപ്പോൾ ഇൻട്രോ വീഡിയോയിലും തമ്മിലൊക്കെ കണ്ട പോലെ നമ്മുടെ സ്നേഹയുടെ വെഡ്ഡിങ് ഡേ ആണ് ഇന്ന്. ഇപ്പോൾ സമയം രാവിലെ 7 മണിയായിട്ടോ. ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങിയാലാണ് അവിടെ കറക്റ്റ് 10 മണിക്ക് എത്തുള്ളൂ. അപ്പോൾ ഞാൻ എറണാകുളത്തു നിന്നാണ് പോണേ. സ്നേഹയുടെ വീട് വാടാനപ്പള്ളിയിലാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് 2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ സെറ്റായിട്ടുണ്ട്. എനിക്ക് ഈ നെയിൽ പോളിഷ് ഒന്നും കൂടെ ഒരു കോട്ടും കൂടെ ഇടാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇട്ടു. പോയി ഇതാ നമ്മൾ ഇറങ്ങി വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാടത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നേഹ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കോളേജിൽ തുടങ്ങി ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് പോവുകയാണ്. വാടാനപ്പള്ളിയൊക്കെ എത്തി. വലിയ ട്രാഫിക്കും വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല. കാരണം ഏർലി മോർണിംഗ് ആണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റി. പക്ഷെ എന്നാലും നല്ല ടയേർഡൊക്കെ ആയി. അവിടെ എത്തിയപ്പോൾ ഞാൻ എന്താ കരിക്ക് കണ്ടു. അപ്പോൾ സച്ചു എന്നോട് കരിക്ക് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തി കേട്ടോ. നമ്മൾ ബൈക്കിനാണ് കേട്ടോ ഇവിടം വരെ വന്നത്. ശരിക്കും തലേദിവസം എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കല്യാണത്തിൻ്റെ അന്ന് വരാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സച്ചിക്ക് ലീവ് കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ എറണാകുളത്തുനിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല കാലുവേദനയൊക്കെ, 2 കാലും അത്യാവശ്യം വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കരിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള നല്ല ഇളനീരായിരുന്നു അത്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഡ്രസ്സ് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റെഡ്, പിങ്ക് ഈ കളറിൽ നിന്നും ഒന്ന് വിട്ട് മാറി നിൽക്കണമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പച്ച സെലക്ട് ചെയ്തതാണ് മനഃപൂർവ്വം. അപ്പോൾ എനിക്കില്ലാത്തൊരു റെയർ കളറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ഞാൻ കല്യാണത്തിൻ്റെ തലേദിവസം പോയി വാങ്ങിച്ചതാണ്. കാരണം ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് അത് ഓർഡർ ചെയ്ത് വന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ മെറ്റീരിയൽ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേദിവസം പോയി വാങ്ങിച്ചതാണ്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓഡിറ്റോറിയം എത്തി. വാടാനപ്പള്ളി അല്ല, എങ്ങണ്ടിയൂരാണ് കേട്ടോ. എങ്ങണ്ടിയൂർ സൗപർണിക ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സ്നേഹ വെഡ്സ് കിരൺ രാജ് എന്ന് എഴുതി വെച്ചേക്കുന്നതുണ്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ സ്നേഹനെ കാണാൻ. കാരണം 6 വർഷത്തിന് ശേഷമാണ് ഞാൻ അവളെ കാണുന്നത്. കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണയേ സ്നേഹനെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യമൊക്കെ മീറ്റപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആളെ പോയി കണ്ടു. ആൾ ഭയങ്കരമായിട്ട് ഞെട്ടി കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഞാൻ അവളെ കാണുന്നത്. ആളുടെ വെഡ്ഡിങ് ഡേയുടെ അന്ന് എനിക്ക് കെട്ടിപ്പിടിക്കണമെന്നും ഉമ്മ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മേക്കപ്പ് ആയ കാരണം കൊണ്ട് അതൊക്കെ പോവുമല്ലോ. അപ്പോൾ അത്രയ്ക്കങ്ങ് നമുക്ക് അത് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത് സ്നേഹയുടെ അനീതി, ആ കാണുന്നത് സ്നേഹയുടെ ചേച്ചിയാണ്. സ്നേഹയുടെ ചേച്ചീനെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല സൂപ്പറായിട്ട് സ്നേഹനെ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ എനിക്ക് മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നൈസായിട്ട് സെറ്റ് ചെയ്ത് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കമ്മലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മൽ വാങ്ങിച്ചതാണ്. കഴിഞ്ഞിട്ടില്ലേ?
വിജി ചന്ദ്ര മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ സ്നേഹനെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ലുക്കൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ താലത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സച്ചി പോസ്റ്റ് ആവണ്ട എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് കേട്ടോ. ആൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇങ്ങനെ എസ്പെഷ്യലി അവന് നേരിട്ട് അങ്ങനെ സ്നേഹം പരിചയമില്ല. ഇവിടെ ആരും എൻ്റെ ഫ്രണ്ട്സ് ആരും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ആൾ ഭയങ്കര പോസ്റ്റൊക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതാ താലത്തിനുള്ള ആളുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്, എല്ലാവരും കാണാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എസ്പെഷ്യലി സ്നേഹയുടെ ചേച്ചിയും അനിയത്തിയും ഭയങ്കര പ്രിറ്റി ആയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതാ ചെക്കൻ വന്നിട്ടുണ്ട്. ചെക്കനെ ഒഫീഷ്യലി സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്ത് നേരെ ഇതാ സ്റ്റേജിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. നമ്മൾ കിരണിനെ കണ്ടിരിക്കുകയാണ് ആഫ്റ്റർ 5 years. 5 അല്ല 6 years ആയി നമ്മൾ കണ്ടിട്ട്. എൻ്റെ വ്ളോഗ് നീ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ്, നമ്മുടെ ഒരു ഓൺട്രപ്രണർ എൻ്റെ കോളേജിലെ ഒരു 3 ഫ്രണ്ട്സിനെ ആട്ടോ ഞാൻ ആകെ അവിടെ ചെന്നിട്ട് കണ്ടത്. എല്ലാവരും ഇപ്പോൾ പുറത്തൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങളൊരു ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ, സ്നേഹ, അഞ്ജിത, പിന്നെ അതുപോലെ മിന്നു, സുജിത, കൃഷ്ണജ, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അത്
അവരൊക്കെ ഞാൻ മിസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ബോയ്സിൽ അപ്പു ആയിക്കോട്ടെ, യദു ആയിക്കോട്ടെ, അമൽ, അന്തോണീസ്, അങ്ങനെ കുറേ പേര്, അദ്വൈത്, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ. അവരൊക്കെ മിസ് ചെയ്തു. എല്ലാവരും ഇപ്പോൾ പുറത്താണ്. അവരൊക്കെ അവരുടേതായ പല പല കാര്യങ്ങൾക്ക് ബിസി ആയിപ്പോയി. അതുപോലെ തന്നെ നാട്ടിലില്ല. അങ്ങനെ ആരെയും എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. അവരൊക്കെ ഞാൻ ഈ സമയത്ത് ഓർത്തു. എല്ലാവരെയും മിസ് ചെയ്തു കേട്ടോ എനിക്ക്. പിന്നെ അതുപോലെ തന്നെ മഞ്ജിമേനെ കണ്ടു കേട്ടോ. മഞ്ജിമ ഞങ്ങൾ BBA പഠിക്കുമ്പോൾ ആൾ BCom ആയിരുന്നു. സ്നേഹയുടെ സ്ഥലത്തു നിന്ന് വരുന്നു. സ്നേഹയുടെ ഫ്രണ്ടായിരുന്നു മഞ്ജിമ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഫ്രണ്ട്സൊക്കെ ആവുന്നതും. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കാണുമ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ. സ്നേഹയുടെ വെഡിങ് ആയിട്ട് പറയാനുള്ള ഇതൊക്കെ കാണുമ്പോഴല്ലേ അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ചേർന്ന് വലിയൊരു ഫ്രെയിമായിരുന്നു ഉദ്ദേശിച്ച്. പക്ഷേ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെയൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങളിതാ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് നേരത്തെ ഇറങ്ങണം കേട്ടോ. എറണാകുളത്തോട്ട് പോകേണ്ടത് കൊണ്ടായിരിക്കാം മേ ബി അവർക്ക് 12:45 ആകുമ്പോഴേക്കും ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പം നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഞാൻ ഞങ്ങളുടെ നാട്ടിലെ സെയിം ടേസ്റ്റുള്ളൊരു സദ്യ കഴിച്ചൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പയ്യെ നമ്മൾ കിരണിനെയും 2 കിരൺമാരെയും യാത്രയൊക്കെ പറഞ്ഞ് മഞ്ജിമോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പയ്യെ നമുക്കിനി വീട്ടിലോട്ട് പോവാം. ഇറങ്ങിയപ്പോൾ എനിക്ക് സ്നേഹനെ കാണാൻ പറ്റിയില്ല. കാരണം അവർ നേരത്തെ ഇറങ്ങുന്നു ഓൾറെഡി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു ഭയങ്കര ഫീലിംഗ് അല്ലേ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം. എനിവേയ്സ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പോവാണ്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴി എൻ്റെ കുറച്ച് കസിൻസിൻ്റെ ഒക്കെ വീടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ സച്ചു അത് സമ്മതിച്ചില്ല കേട്ടോ. ഇല്ല ഇല്ല നീ എന്നെ കുറ്റം പറയണേ. അതാ കസിൻസിന്റെ വീട്ടിൽ ചെന്ന് മടുത്ത് മനുഷ്യൻ. നീ കസിൻസ് അമ്മൂമ്മയുടെ വീടുണ്ട്. എന്റെ അമ്മൂമ്മയുടെ അങ്ങാട് പോണം. അവിടേക്ക് പോയിട്ട് തിരിച്ചു വരും. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ട, നമ്മൾ വീട്ടിൽ പോണ വഴിയാ. അല്ല അതെ എന്നെ ഒന്ന് വെറുതെ വിടും.